ശംഖു, നാളെ ഞങ്ങളൊരു വാർത്ത കൊടുക്കുന്നുണ്ട്. ശംഖുവിൻ്റെ നാട്ടിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭൂമി വഖഫ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് രേഖകൾ സഹിതം ഞങ്ങൾ നാളെ ആ വാർത്ത അത് പുറത്തുവിടും. അതും ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയതാണ്. ശംഖുവിന് അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. യെസ്, എന്തായാലും ഞാനത് ഇവിടെ പറയുന്നില്ല, ഇപ്പോൾ പറയുന്നില്ല. ശംഖു, ഇതിപ്പോൾ ഈ ഉന്നതാധികാര സമിതി യോഗം ചേരുമെന്നാണല്ലോ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ. എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? അല്ല, ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഒരു ഉദ്വേഗം അവർക്ക് ഈ കാര്യത്തിലുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒക്ടോബർ 14 കേന്ദ്ര പാർലമെന്റിന്റെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയിട്ടുള്ള സഭയാണിത്. ആ സഭയിലിരിക്കുന്ന 140 ആളുകളിലെ കോൺഗ്രസ്സുകാരനോ CPM-കാരനോ CPI-കാരനോ മുസ്ലിം ലീഗുകാരനോ വഖഫ് ഭേദഗതി നിയമങ്ങൾ പിൻവലിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതായത് ഏത് ഭൂമിയും വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാനുള്ള വഖഫ് ബോർഡിന്റെ അനിയന്ത്രിതവും അന്യായവുമായിട്ടുള്ള അവകാശം ചിരകാലം നിലനിർത്തണം. അത് എന്താണ്, അഭംഗുരം തുടരണം. അത് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പക്ഷം. ഈ മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ വന്നിട്ടുള്ള പ്രമേയം എന്താണ്? അവർക്ക് കരമടയ്ക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്ത സമയത്ത് UDF പ്രമേയം അവതരിപ്പിച്ചത് എന്താണ്, കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാനുള്ള അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കയ്യേറ്റക്കാർ എന്ന് വിളിക്കുന്നത് മുനമ്പത്ത് താമസിക്കുന്ന 610 കുടുംബങ്ങളെയാണ്. അവർക്ക് നികുതി കൊടുക്കാൻ അനുവദിക്കുന്നത് വലിയ കുറ്റാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. അന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള വഖഫിന്റെ കൂടി മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ പറഞ്ഞു, ഈ സർക്കാരിന്റെ ഖണ്ഡിതമായിട്ടുള്ള നിലപാടാണ് വഖഫ് ഭൂമി എന്ന് പറയുന്നത്. ഒരിക്കലും കയ്യേറ്റക്കാർക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെയാണ്. അത് സംരക്ഷിക്കാൻ ഉചിതമായിട്ടുള്ള മാർഗങ്ങളെല്ലാം സർക്കാർ സ്വീകരിക്കുന്ന പറഞ്ഞു. ഇന്നിപ്പോ ഈ രണ്ട് കൂട്ടരും ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ള ഘട്ടത്തിൽ, അതായത് പാലക്കാട്, വയനാട്, ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ ഈ വഖഫ് വിഷയം അല്ലെങ്കിൽ മുനമ്പത്ത് കിടക്കുന്ന സമരം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മനസ്സിൽ വലിയൊരു ആശങ്കയും അവരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രതിഷേധവും ഉയർത്തി വിട്ടിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ അവരെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ രോഷം തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും മുനമ്പത്തേക്ക് വന്നിട്ട് UDF പറയുന്നു വഖഫ് ഭൂമിയേ അല്ല മുനമ്പത്തെ ഭൂമി, അത് വഖഫ് ഭൂമി അല്ലെന്നുള്ളതാണ് UDFന്റെ നിലപാട് എന്ന് പറയുന്നു. LDF പറയുന്നു എന്താണ്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ പ്രശ്നം വഷളാക്കിയത്, ഞങ്ങൾ വളരെ രമ്യമായിട്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറയുന്നു ഒരാളെ പോലും അവിടെ നിന്ന് ഇറക്കി വിടേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴും ഈ വഖഫിന്റെ ചുമതലപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്നത് തൽക്കാലം ഞങ്ങൾ ആരും ഒഴിപ്പിക്കില്ല എന്നാ. അതല്ലാണ്ട് ഇത് വഖഫ് ഭൂമി അല്ലെന്നോ ഇവരെ ഒരു കാലത്തും ഒഴിപ്പിക്കില്ല എന്നൊരു വാദം വഖഫ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ മഹല്ല് കമ്മിറ്റിയുടെ ചുമതലപ്പെട്ടിട്ടുള്ള ആള് പോലും പറഞ്ഞത് അത് വഖഫ് ഭൂമിയാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം എന്നാ. അതായത് ഇത് എങ്ങനെയാണ് വഖഫ് ഭൂമി ആവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തോട് ഈ ചർച്ചയിൽ അങ്ങൊന്ന് ചോദിക്കണം, ഇത് വഖഫ് തന്നെയാണ് എന്ന് അദ്ദേഹം വളരെ ആധികാരികമായി പറയുന്നുണ്ടല്ലോ. ഈ മുനമ്പത്തെ ഭൂമിയുടെ ചരിത്രം എന്താണെന്നറിയോ? ഗുജറാത്തിൽ നിന്ന് ബിസിനസ്സിന് വന്നിട്ടുള്ള അബ്ദുൾ സത്താർ സേട്ട് എന്ന് പറയുന്ന ആൾക്ക് മുനമ്പത്തെ വേളാങ്കണ്ണി കടപ്പുറം ഉൾപ്പെടുന്ന പ്രദേശം ഏതാണ്ട് 406 ഏക്കർ ഭൂമി അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് കൃഷി ആവശ്യത്തിന് വേണ്ടി പാട്ടത്തിന് നൽകി. ആ ഭൂമി എന്ന് പറയുന്നത് വേളാങ്കണ്ണി കടപ്പുറത്തോട് ചേർന്ന് മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾ ജീവിച്ചു വരുന്ന സ്ഥലമാണ്. അവിടെ കൃഷി ചെയ്യാനുള്ള അധികാരം മാത്രമേ ഇയാൾക്ക് കൊടുത്തിട്ടുള്ളൂ. അതും പാട്ടക്കരാറിന്റെ വ്യവസ്ഥ പ്രകാരമാണ്. പാട്ടത്തിന് ഒരാൾ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ആ ഭൂമിയുടെ അബ്സല്യൂട്ട് ഓണർ അയാളാവുന്നില്ല. ആ ഭൂമിയുടെ മേലെ സ്ഥിരമായ ഒരു അവകാശം ഉണ്ടാവുന്നില്ല. അത് കൈമാറ്റം ചെയ്യാനുള്ള അധികാരം അയാൾക്ക് സിദ്ധിക്കുന്നില്ല. പാട്ടക്കാലാവധി കഴിയുന്നവരെ അത് ഭദ്രമായിട്ട് സംരക്ഷിക്കുകയും പാട്ടം കൊടുക്കുകയും പാട്ടക്കാലാവധി കഴിഞ്ഞാൽ അത് മടക്കി നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇയാളുടെ അധികാരം. 1902 അങ്ങനെ തിരുവിതാംകൂർ മഹാരാജാവ് അബ്ദുൾ സത്താർ സേട്ടിന് കൊടുത്തു ഈ ഭൂമി. ഇവിടെ എന്താണ്, ഇവരുടെ വലിയ കൃഷിയോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല. ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുകയായിരുന്നു. അവിടെ മറ്റ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അതേപോലെ തന്നെ തുടരുന്നുണ്ടായിരുന്നു. ഇത് കൈമാറി വന്നപ്പോൾ 1948 ഈ അബ്ദുൾ സത്താർ സേട്ടിന്റെ പിൻഗാമിയായിട്ടുള്ള സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ആൾക്ക് ഈ ഭൂമി സിദ്ധിച്ചത്രേ. പക്ഷെ അപ്പോഴേക്കും ഒരു പ്രശ്നമുണ്ട്. അപ്പോഴേക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. തിരുവിതാംകൂർ മഹാരാജാവ് എന്ന് പറയുന്ന ഓഫീസ് ഇല്ലാണ്ടായി. സ്വാഭാവികമായിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് അഡ്മിനിസ്റ്റർ ചെയ്തിരുന്ന പ്രദേശങ്ങൾ മുഴുവൻ, വേളാങ്കണ്ണി കടപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ആരുടെ പ്രോപ്പർട്ടിയായി? സർക്കാരിന്റെ പ്രോപ്പർട്ടിയായി, ഗവൺമെന്റ് ഓഫ് കേരളയുടെ പ്രോപ്പർട്ടിയായി. അതോടുകൂടിയിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഏർപ്പെട്ടിട്ടുള്ള കരാറ് തന്നെ, പാട്ടക്കരാറ് തന്നെ ഇല്ലാണ്ടായി. ഈ സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ആൾക്ക് ഒരു അവകാശമേ സിദ്ധിച്ചിട്ടില്ല. ഇയാൾക്ക് അവകാശം സിദ്ധിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഇയാൾക്ക് ഇത് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. 1948 ഇയാൾക്ക് എന്താണ് പൈതൃക സ്വത്ത് പ്രകാരം ഭാഗിച്ച് കിട്ടുന്നതെന്ന് പറയുമ്പോൾ 1948 അങ്ങനെ ഒരു കരാറേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദ പ്രോപ്പർട്ടി ഗോട്ട് റിവേർട്ടഡ് ടു ദ ഗവൺമെന്റ്. അതാണ് അതിന്റെ പൊസിഷൻ.
ശരി. അതിനുശേഷം 1948 അധികാരമില്ലാത്ത മഹാരാജാവിനെ കൊണ്ട് ഇയാൾ ഒരു തീരാധാരം ജയിച്ചു. എങ്ങനെയാണ് ആ തീരാധാരം ജയിക്കുക? മഹാരാജാവ് വന്നിട്ട് ഇദ്ദേഹത്തിന് ഞാൻ ഈ ഭൂമി വില കൊടുത്ത് വിറ്റതായി കാണിച്ചുകൊണ്ടൊരു തീരാധാരം എഴുതിയിട്ടുണ്ട്. ഫോർജ് ഡോക്യുമെന്റ് 100%, അതായത് ഭൂമി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അത് താൻ വില കൊടുത്ത് മേടിച്ചാണെന്ന് കാണിക്കാൻ വേണ്ടി പിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യാജമായിട്ടുള്ള രേഖ മാത്രമാണ് ഈ പറയുന്ന 48 തീരാധാരം. അതിനുശേഷം അദ്ദേഹം ഈ ഭൂമി 1948 കോഴിക്കോട് ഫാറൂഖ് കോളേജ് തുടങ്ങുന്നത്. ഫാറൂഖ് കോളേജ് അവർക്ക് ധനസഹായത്തിന് വേണ്ടിയിട്ട് പല ആളുകളുടെ അടുത്തേക്കും പോയിട്ടുണ്ട്, പല പ്രമാണിമാരും അവരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ ഈ സിദ്ദിഖ് സേഠിന്റെ അടുത്ത് വന്നു. സിദ്ദിഖ് സേഠിന്റെ അടുത്ത് കൊടുക്കാൻ പണമൊന്നുമില്ല. അപ്പോൾ ഇയാളുടെ കയ്യിലുള്ളത് എന്താണ്? ഒന്നും ചെയ്യാൻ കഴിയാതെ കുറേ കാലമായിട്ട് കിടക്കുന്ന ഭൂമിയാണ്. ആ ഭൂമിയിൽ മത്സ്യത്തൊഴിലാളികൾ എത്രയോ കാലമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവരെ ഒന്നും ഒഴിപ്പിക്കാനും ഈ ഭൂമിയുടെ കൈവശം ഏറ്റെടുക്കാനും ഇയാൾക്ക് സാധിച്ചിട്ടില്ല. ഇയാൾക്ക് അവിടെ ഒരു കച്ചവടം നടത്താൻ സാധിച്ചില്ല. ഇയാൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ഫാറൂഖ് കോളേജിൽ ഇരിക്കട്ടെ, ഇത് ഫാറൂഖ് കോളേജിൽ വഖഫായിട്ട് കൊടുക്കാന്ന്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഇയാൾക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പില്ല, അത് നിരുപാധികം വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ആ കരാർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാറൂഖ് കോളേജിൽ വിട്ടൊഴിഞ്ഞുകൊണ്ടുള്ള ദാനപത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഈ ഭൂമി വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഫാറൂഖ് കോളേജിന് വിട്ടൊഴിഞ്ഞ് നൽകുന്നു. എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാത്ത പക്ഷം ഇതെന്റെ അടുത്ത തലമുറയിലേക്ക് തന്നെ കൈമാറി വരുന്നതാണ് എന്നാണ്. അതായത് ഫാറൂഖ് കോളേജുകാർ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയാകുമ്പോഴേക്കും അവർക്ക് ഈ ഭൂമിയുടെ മുകളിൽ അവകാശം വരും എന്നാണ് പറയുന്നത്. അങ്ങനെ എഴുതിയപ്പോൾ തന്നെ അത് വഖഫ് അല്ലാണ്ടായി. കാരണം വഖഫ് കനോട്ട് ബി എ കണ്ടീഷണൽ തിങ്. വഖഫ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. വഖഫ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് പ്രൊഹിബിഷൻ ആണ്. വഖഫ് എന്ന് പറയുന്ന അറബി വാക്കിന്റെ അർത്ഥം തന്നെ പെർമനന്റ് പ്രൊഹിബിഷൻ എന്നാണ്. അതായത് നിങ്ങൾ ഒരിക്കലും ഒരു വസ്തു വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ വസ്തു ഗിഫ്റ്റ് ചെയ്യാനോ ദാനം ചെയ്യാനോ വിൽക്കാനോ അതിൽ നിന്ന് ആദായം എടുക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കില്ല. അത് അള്ളാഹുവിൻ്റെ വസ്തുവായി മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് പറയുന്നത് വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. ഒരിക്കൽ നിങ്ങൾ വഖഫ് ചെയ്താൽ എല്ലാ കാലത്തും വഖഫാണ്. ഇവിടെ സത്താർ സേട്ട് എന്താ പറയുന്നത്, അല്ല സിദ്ദിഖ് സേട്ട് എന്താ പറയുന്നത്? ഞാനിത് ഫാറൂഖ് കോളേജിൽ വഖഫ് ചെയ്യുന്നു, പക്ഷെ ഫാറൂഖ് കോളേജ് ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ സ്ഥാപനം അവിടെ തുടങ്ങാത്ത പക്ഷം ഇത് എൻ്റെ അടുത്ത തലമുറയ്ക്ക് മടങ്ങി വരുന്ന അവിടെ തന്നെ അത് വഖഫ് അല്ലെന്ന് വളരെ ക്ലിയർ ആയി. ഇദ്ദേഹത്തിന് ഈ വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭൂമിയുടെ അവകാശം ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ പൂർവികൻ ആ ഭൂമിയിലെ ഒരു പാട്ടക്കാരൻ മാത്രമായിരുന്നു. രാജഭരണം അവസാനിച്ചതോടുകൂടി ആ പാട്ടക്കരാറില്ലാണ്ടായി. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ 1970 ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു ഇത് ഈ പറയുന്ന എന്താണ് വഖഫ് ഇതിന് യാതൊരു അവകാശവും ഈ ഭൂമിയുടെ മേലില്ല. ഫാറൂഖ് കോളേജിനാണ് ഇതിന്റെ മുകളിലുള്ള അവകാശം എന്ന് പറഞ്ഞു. ശരി, ഫാറൂഖ് കോളേജുകാർ ഇതിന്റെ മുകളിൽ യാതൊരു ക്ലെയിമും ഉന്നയിക്കുന്നില്ല. ഇപ്പോഴും ഫാറൂഖ് കോളേജ് ഇതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഫാറൂഖ് കോളേജിന് വേണ്ടി കേസ് നടത്താൻ വേണ്ടി ചുമതലപ്പെട്ടിരുന്ന 2 അഭിഭാഷകന്മാരുടെ പവർ ഓഫ് അറ്റോർണി മുഖാന്തരമാണ് ഈ ഭൂമി അവിടുത്തെ യഥാർത്ഥ ഉടമസ്ഥന്മാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് പവർ ഓഫ് അറ്റോർണി മുഖാന്തരമാണ് തീരാക്കി കൊടുത്തിട്ടുള്ളത്. ഫാറൂഖ് കോളേജ് ആ ഭൂമി അവരുടെ യഥാർത്ഥ അവകാശികളെ മാനിച്ചുകൊണ്ട് അവർക്ക് കൊടുത്തു. ഇതിന്റെ ഇടയിൽ എവിടെ നിന്നാണ് ഈ വഖഫ് ബോർഡ് വന്നിട്ട് ഇത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഭൂമി തന്നെയാണ്, ഇത് ഞങ്ങൾ ആർക്കും വിട്ടുതരില്ല എന്ന് പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വാദം ഉന്നയിക്കുന്നത്? അപ്പൊ ഇവിടുത്തെ ചോദ്യം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാന്യൻ പറയുന്നു ഇത് വഖഫ് ഭൂമി തന്നെയാണ്, പക്ഷെ ഞങ്ങൾ തൽക്കാലം ആരും ഇറക്കി വിടില്ല. അതിന്റെ അർത്ഥം എന്താണ്? വഖഫ് ഭൂമി ആണെങ്കിൽ നിങ്ങൾ ഇറക്കി വിടണ്ടേ? വഖഫ് ഭൂമിയാണെങ്കിൽ ആൾക്കാരെ ഇറക്കി വിടാണ്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വഖഫ് ഭൂമിയിൽ ഇല്ലീഗൽ ആയിട്ടുള്ള എൻക്രോച്ച്മെന്റ് നമുക്ക് അലോ ചെയ്യാൻ സാധിക്കുമോ? 2013 വഖഫ് നിയമത്തിലുള്ള ഭേദഗതി പ്രകാരം, അമെന്റ്മെന്റ് പ്രകാരം വഖഫ് ഭൂമിയിൽ എൻക്രോച്ച്മെന്റ് നടത്തുന്നത് 2 വർഷം തടവ് കിട്ടുന്ന കുറ്റമല്ലേ? അപ്പോൾ വഖഫിന്റെ ഭൂമി ഈ 610 കുടുംബങ്ങൾ അല്ലെങ്കിൽ 200 കുടുംബങ്ങൾ കുറെ റിസോർട്ടുകാരും കൂടിയിട്ട് കയ്യേറി ഇരിക്കുമ്പോൾ നിങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ്? ഇത് വഖഫ് ഭൂമിയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയുമ്പോൾ തന്നെ അവരവിടെ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങണമെന്ന് തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തൽക്കാലം ഇപ്പോൾ അവർ ഇറങ്ങണ്ട, പക്ഷെ ഞങ്ങൾക്ക് സൗകര്യമുള്ള മറ്റൊരു തീയതിയിൽ നിങ്ങൾ ഇറങ്ങേണ്ടി വരും എന്ന് തന്നെയല്ലേ നിങ്ങൾ ഈ ചർച്ചയിലെടുത്ത് പറയുന്നത്? എന്നിട്ട് ഇതുവരെയായിട്ട് ആരും അവരോട് ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്ത് ധാർമ്മികത വെച്ചുകൊണ്ടാണ്? നിങ്ങളുടെ വാദത്തിന് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഇനി പോട്ടെ, മുസ്ലിം സംഘടനകൾ വളരെ ദയാപൂർവ്വം ഐതാര്യപൂർവ്വം മഹാമനസ്കതയോടുകൂടി മാഗ്നാനിമസ് ആയിട്ട് ഗ്രേഷ്യസ് ആയിട്ട് ഇവരോട് ഇറങ്ങണ്ട എന്ന് പറയണു. അങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ ദയയിൽ അവിടെ താമസിക്കേണ്ടവരാണോ അവര്? അവർക്ക് കാലങ്ങളായിട്ട് അവർ കൈവശം വെക്കുന്ന, പതിറ്റാണ്ടുകളായിട്ട് സ്വന്തം പോലെ അനുഭവിക്കുന്ന, നികുതി അടയ്ക്കുന്ന, കരമടയ്ക്കുന്ന, സർക്കാരുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പൂർത്തീകരിച്ച, പട്ടയമുള്ള കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ള ഭൂമിയിൽ ഭരണഘടന കൊടുക്കുന്ന അധികാരം കൊണ്ട് ജീവിക്കാൻ സാധിക്കണ്ടേ? ഏതെങ്കിലും മതം കൊടുക്കുന്ന അധികാരം കൊണ്ടോ, ഏതെങ്കിലും സംഘടനകൾ കൊടുക്കുന്ന ഔദാര്യം കൊണ്ടോ, ഏതെങ്കിലും വ്യക്തികൾ കൊടുക്കുന്ന ദയ കൊണ്ടോ അവിടെ ജീവിക്കേണ്ട അവസ്ഥ അവിടെ ഉണ്ട് അവർക്ക്?
ആ മനുഷ്യർ ആത്മാഭിമാനമുള്ള ഈ രാജ്യത്തെ പൗരന്മാരല്ലേ? നിങ്ങൾക്ക് നാളെ അവരോടുള്ള ദയ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവർ ഇറങ്ങണോ? നിങ്ങളുടെ അടുത്ത തലമുറ ഈ സംഘടനയുടെ നേതൃത്വം നാളെ മാറാലോ, ഈ പറയുന്ന സംഘടനകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവർക്ക് മാറാലോ. അവർ പറയാണ് കഴിഞ്ഞ തവണ ടേമിൽ ഇരുന്ന ആൾക്കാർ നല്ല ദയുള്ളവരായിരുന്നു, ഞങ്ങൾ അത്ര ദയുള്ളവരല്ല, നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അവരപ്പോൾ ഇറങ്ങണോ? അപ്പം നിങ്ങളുടെ ദയയിലല്ല അവരവിടെ കഴിയേണ്ടത്, അവർക്ക് നിയമപരമായിട്ടുള്ള അവകാശത്തിൻ്റെ മേലാണ് അവർ കഴിയേണ്ടത്. അവരങ്ങനെ ഇറങ്ങേണ്ടി വരില്ലെന്ന് നിങ്ങൾ ഉറപ്പ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് വഖഫ് അല്ലെന്ന് സമ്മതിക്കുന്നുണ്ട്. അതല്ല, അത് വഖഫാണെന്നാണ് നിങ്ങൾ എപ്പോഴും വാദിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരെ ഇന്നല്ലെങ്കിൽ നാളെ ഇറക്കി വിടാൻ തന്നെയാണ് മനസ്സിൽ വെച്ചിട്ടുള്ളത്.